ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് എവർട്ടൺ മാച്ച് പ്രിവ്യൂ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രണ്ടാഴ്ചയായിട്ട് ഇൻ്റർനാഷണൽ ബ്രേക്ക് ആയിരുന്നു. കുറേയധികം ടീമുകൾ വേൾഡ് കപ്പിന് ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ആദ്യം വരെ കൺഗ്രാജുലേഷൻസ് പറയാണ്. അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് എവർട്ടൺ മാച്ചിലേക്ക് വരികയാണെങ്കിൽ, മാച്ച് നടക്കാൻ പോകുന്ന യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രഫോർഡിലാണ് 25-ാം തീയതി ചൊവ്വാഴ്ച 1:30-ക്കാണ് മാച്ച് നടക്കുന്നത്. അപ്പം എവർട്ടനെ പറ്റി പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ, അവരുടെ മാനേജർ ഡേവിഡ് മോയസ് ആണ്. പണ്ട് യുണൈറ്റഡ് ഒന്ന് ട്രൈ ചെയ്തിരുന്ന മാനേജറാണ്. പുള്ളിയുടെ ടാക്ടിക് എന്ന് പറയുകയാണെങ്കിൽ, ലോ ബ്ലോക്ക് കളിച്ച് കൗണ്ടർ അറ്റാക്ക് വഴി ഗോൾ സ്കോർ ചെയ്യാന്നുള്ളതാണ് പുള്ളിയുടെ ടാക്ടിക്. അപ്പം യുണൈറ്റഡിന് ഈ കളിയിൽ തലവേദനയാകാൻ പോകുന്നൊരു പ്ലെയർ ആരാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇലിമാൻ എൻഡായി. എവർട്ടൻ്റെ റൈറ്റ് വിങ്ങറാണ്. ഭയങ്കര അധികം പേസ്, ഫിസിക്കൽ പ്രസൻസ് ഒക്കെ ഉള്ളൊരു പ്ലെയറാണ് പുള്ളിക്കാരൻ. ഈ വർഷം ഈ സീസണിൽ 11 മാച്ചിൽ 4 ഗോളും 1 അസിസ്റ്റും ഉണ്ട്. ഇപ്പം കുഴപ്പമില്ലാത്തൊരു ഔട്ട്പുട്ട് വരുന്ന പ്ലെയറാണ്. അപ്പം ആ പുള്ളീനെ യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്ത് വേണം കളിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, എവർട്ടൺ ഒരു ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമാണ്. അപ്പം ഡിഫെൻസീവിൽ നല്ല ഷേപ്പുള്ള ഒരു ടീമാണ്. അപ്പം യുണൈറ്റഡിന് സെൻട്രലി ബോൾ പ്രോഗ്രസ് ചെയ്യുന്ന കാര്യം വളരെയധികം പ്രയാസമായിരിക്കും. കാരണം അറിയാലോ, ലോ ബ്ലോക്കാണ്. അപ്പം യുണൈറ്റഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 വിങ്ങും നല്ല രീതിക്ക് യൂസ് ചെയ്ത് വേണം കളിക്കാൻ. അമാദിനെ, എംബൂമോനെയും കുഞ്ഞിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നല്ല രീതിക്ക് യൂസ് ചെയ്ത് വേണം ഈ മാച്ച് കളിക്കാൻ. അപ്പം 2 ടീമിനും ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ബെഞ്ചമിൻ സെസ്കോ ടോട്ടൻഹാമെതിരെയുള്ള മാച്ചിൽ ഇഞ്ചുറിയായി. മഗ്വയറും കോബി മെയിനും ഒക്കെ ഇഞ്ചുറാണ്. അപ്പം ഇവരൊന്നും ഈ മാച്ച് കാണില്ല. അപ്പുറത്ത് എവർട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അവരുടെ സ്റ്റാർ സെൻട്രൽ ബാക്കായിട്ടുള്ള ജാരത് ബ്രാന്ത്വേറ്റ് ഇഞ്ചേർഡാണ്. അപ്പോൾ പുള്ളി ഈ മാച്ച് കാണത്തില്ല. അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു പ്രഡിക്റ്റഡ് ലൈനിലേക്ക് വരികയാണെങ്കിൽ, ഗോൾ കീപ്പർ സെനെ ലാമൻസ്, റൈറ്റ് സെൻട്രൽ ബാക്ക് ലെനി ഓറോ, പിന്നെ ഡിലിറ്റ്, ലെഫ്റ്റ് സെൻട്രൽ ബാക്ക് ലൂക്ക് ഷോ. വിങ് ബാക്സിലേക്ക് വരികയാണെങ്കിൽ, റൈറ്റ് വിങ് ബാക്ക് അമാദ്, ലെഫ്റ്റ് വിങ് ബാക്ക് ഡോർഗു. പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ വർഷം സ്റ്റേബിളായിട്ടുള്ളൊരു മിഡ്ഫീൽഡില്ല. ഉള്ളത് സ്റ്റേബിൾ എന്ന് പറയുമ്പം കാസമീരോ, ബ്രൂണോ മിഡ്ഫീൽഡാണ്. അപ്പം അവർ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ സെസ്കോ ഇഞ്ചേർഡ് ആയതുകൊണ്ട് ഒരു ഫോൾസ് 9 ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നില്ല അമോറിം സെർക്സീനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അപ്പം ഫോർവേഡിലേക്ക് വരികയാണെങ്കിൽ, ലെഫ്റ്റ് അറ്റാക്കിംഗ് മിഡ് മൗണ്ട്, റൈറ്റ് അറ്റാക്കിംഗ് മിഡ് എംബൂമോ, ഒരു ഫോൾസ് 9 ആയിട്ട് മത്തിയോസ് കുഞ്ഞ്. ഇതാണ് എൻ്റെ ഒരു പ്രഡിക്റ്റഡ് ലൈനപ്പ്. അപ്പം നിങ്ങളുടെ പ്രഡിക്റ്റഡ് ലൈനപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. നിങ്ങളുടെ പ്രഡിക്റ്റഡ് സ്കോറും നിങ്ങൾക്ക് അതിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.